ഗോഡ് വിത്ത് അസ്, ദൈവം റഷ്യക്കൊപ്പമാണ് പറയുന്നത് പുടിനാണ്. 2025 അത് റഷ്യക്കുള്ളതാണ്. സർവ്വ മേഖലയിലും റഷ്യ വൻ കുതിച്ചുചാട്ടം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പുടിൻ്റെ പുതിയ വാക്കുകളും തീരുമാനങ്ങളും പ്രവർത്തികളുമെല്ലാം. റഷ്യയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഉക്രൈൻ സംഘർഷം, അതിൽ നിന്ന് ഉടൻ തന്നെ റഷ്യ തീരുമാനം ഉണ്ടാക്കുമെന്നുറപ്പാണ്. ട്രംപിൻ്റെ സ്ഥാനാരോഹണം വരെ പുടിൻ കാത്തിരുന്നേക്കും. കാരണം വലിയ രക്തച്ചൊരിച്ചിൽ ഒന്നുമില്ലാതെ റഷ്യക്ക് കൂടി സ്വീകാര്യമായ ഏതെങ്കിലും ഫോർമുലകൾ ഉയർന്നു വരുമോ എന്നതാണ് ഒന്നാമത്തേത്. അതിന് റഷ്യ ആശ്രയിക്കുന്നില്ലെങ്കിൽ പോലും റഷ്യ അതിൽ തീരുമാനം കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഒന്നുമില്ലെങ്കിലും സ്വന്തം കരുത്തുകൊണ്ട് സെലൻസ്കി ഭരണത്തെ തൂത്തെറിയുകയും ഉക്രൈൻ പിടിച്ചടക്കുകയും ചെയ്യുകയാകും 2025 ആദ്യം പുടിൻ ചെയ്യാൻ പോകുന്ന പദ്ധതിയും ഒരു വിജയക്കൊടി നാട്ടിക്കലും. അതിനുശേഷമാണ് റഷ്യ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ അവർ മുന്നോട്ട് വരിക. അതിനവർക്ക് ആദ്യം വേണ്ടത് തങ്ങളുടെ രാജ്യത്ത് സമാധാനമുണ്ടാക്കുകയും തങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പദ്ധതികളിൽ നിന്നും തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. അതിനാവശ്യം റഷ്യക്കെതിരായിട്ട് നിലനിൽക്കുന്ന ഉക്രൈനെയും അതിൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും സ്ഥാനഭ്രഷ്ടനാക്കുക എന്നുള്ളതാണ് റഷ്യ ആദ്യം ചെയ്യുക. അതിലേക്കുള്ള ചുവട്ടുപടികളുമായിട്ടാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2025 റഷ്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയാണ്. മറ്റൊന്ന്, ലോകത്തിൻ്റെ സൂപ്പർ പവറിലേക്ക് റഷ്യ വരിക എന്നതാണ്. അതിനാവശ്യം ആയുധം മാത്രമല്ല, സാമ്പത്തിക സാങ്കേതിക ശേഷി കൂടി കൈവരിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി മുൻപ് പല സമയങ്ങളിലും ചർച്ച ചെയ്തു പോയ ഒന്നാണ്. കാരണം നിർണായകമായ 3 തീരുമാനങ്ങളാണ് റഷ്യ അടുത്തിടെ മുന്നോട്ട് വച്ചിരുന്നത്. അതിലൊന്ന് ആണവ ആക്രമണത്തിനുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു എന്നതാണ്. തങ്ങളുടെ ഷെൽഫിൽ അല്ലെങ്കിൽ തങ്ങളുടെ രഹസ്യ അറകളിൽ ഒരുപാട് ആണവ ആയുധങ്ങൾ റഷ്യ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ റഷ്യക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ നീക്കങ്ങളൊക്കെ ഉക്രൈനെ പോലെയുള്ള രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. റഷ്യയിലെ ആണവ വിദഗ്ധരും സൈനിക വിദഗ്ധരുമൊക്കെ റഷ്യയോട് ചോദിച്ചു, ഇതിങ്ങനെ ഷെൽഫിൽ വെച്ചതുകൊണ്ട് എന്താണ് കാര്യം? നിങ്ങൾക്കിതെടുത്ത് ഉപയോഗിക്കണ്ടേ? നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് ആരെങ്കിലും കടന്നു കയറിയാൽ ആ കടന്നു കയറ്റത്തെക്കുറിച്ച് നമ്മൾ ഡിഫൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മുടെ ഷെൽഫുകളിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ എന്ന് ചോദിച്ചപ്പോഴാണ് റഷ്യ അതിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. 10 വലിയ മാറ്റങ്ങളോടുകൂടി റഷ്യ തങ്ങളുടെ ആണവ ഉപയോഗത്തിനുള്ള നിയന്ത്രണങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ മാറ്റം വന്നതോടുകൂടി റഷ്യ ലോകത്തിൻ്റെ മുൻപിൽ പലതും സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊന്നാമത്തെ കാരണമാണെങ്കിൽ, രണ്ടാമത്തെ കാരണം, ഇന്ന് ലോകം നിലനിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സിസ്റ്റത്തിൻ്റെ സംവിധാനത്തിൻ്റെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്. എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ലോകത്ത് അത് കൊണ്ടുവരിക എന്ന് നമുക്കിപ്പോൾ നിർണ്ണയിക്കാൻ കഴിയില്ല. കാരണം അനുദിനം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ശക്തമായ ഹബ്ബായി ഉയർന്നു വരാൻ മുന്നോട്ട് വരുന്നു എന്നതും അതിനൊത്ത പദ്ധതികൾ രാജ്യത്തിനകത്ത് അവർ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുമാണ്. നമ്മൾ ഈ അടുത്തിടെ ഒരു കോൺക്ലേവ് പോലും പുടിൻ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടതാണ്. കാരണം അതിൽ റഷ്യക്ക് വ്യക്തമായ പ്ലാനുണ്ട്. ലോകത്തിൻ്റെ AI തലവന്മാരായ രാജ്യമായി റഷ്യ മാറണമെന്ന്. അതിനെന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ റഷ്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ബ്രിക്സ് രാജ്യങ്ങളുടെ മേൽക്കോയ്മയും ഡോളറിന് പകരം ബ്രിക്സ് രാജ്യങ്ങൾ ഒരു കറൻസി തയ്യാറാക്കുകയുമാണ്. ഈ കറൻസി തയ്യാറാക്കുന്നതോടെ ഡോളറിനെ മറികടക്കാം എന്നതും അമേരിക്കയുടെ മേധാവിത്വം അവസാനിപ്പിക്കാം എന്നതുമാണ് റഷ്യ കണക്ക് കൂട്ടുന്നത്. ഈ 3 തീരുമാനങ്ങളും ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും എന്ന് ഉറപ്പാണ്. കൂടുതൽ രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട്. അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകക്രമത്തിനോട് താല്പര്യം കുറയുന്ന രാജ്യങ്ങളായി അറബ് ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും മാറിയതാണ്. ഈ രാജ്യങ്ങളൊക്കെ പലപ്പോഴും അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന രാജ്യമാണ്. ഇന്ന് റഷ്യയുടേതായിട്ടുള്ള വലിയ സാധ്യതകൾ ലോകത്തിൻ്റെ മുൻപിലേക്ക് വെക്കുമ്പോൾ ആ ചേരിയിലേക്ക് വരാൻ ലോകരാജ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിക്സ് കേവലം കുറച്ച് രാജ്യങ്ങൾ മാത്രം, 5 രാജ്യങ്ങൾ മാത്രം ഉണ്ടായിരുന്നതാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക മാത്രം നിലനിന്നിരുന്ന രാജ്യം ഇന്ന് പല മേഖലകളിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും ബ്രിക്സും മുന്നോട്ട് വെക്കുന്ന
പുതിയ ലോകക്രമവും സാങ്കേതിക സമാധാന വികസന ഫോർമുലകളും ഈ രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. റഷ്യൻ സഖ്യകക്ഷി രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രം ആക്രമിച്ചാൽ അത് റഷ്യയോടുള്ള ഒരു വെല്ലുവിളിയായി കാണുമെന്ന റഷ്യൻ പ്രഖ്യാപനം റഷ്യൻ ചേരിയിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ അടുപ്പിക്കാൻ ഉതകുന്ന ഒന്നാണ്. ഒപ്പം ഒരു ഭാഗത്ത് റഷ്യൻ ചേരിയായിട്ടുള്ള ചൈന വികസനത്തിലും അതോടൊപ്പം തന്നെ ഉൽപാദന പ്രക്രിയയിലുമൊക്കെ ചൈന വളരെ വലിയ ഗ്രോത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയേക്കാൾ ഇപ്പോൾ മുൻപന്തിയിലേക്ക് ചൈന മാറുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന രാഷ്ട്രങ്ങൾക്കകത്തൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു ഭാഗത്ത് മെക്സിക്കോയുമായി അമേരിക്ക പ്രശ്നത്തിലാണ്, മറുഭാഗത്ത് കാനഡയുമായി പ്രശ്നത്തിലാണ്. ഈ രീതിയിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ ഈ റഷ്യൻ ചേരിയും അല്ലെങ്കിൽ റഷ്യയും തന്നെ ഇപ്പോൾ മുന്നോട്ട് വരുമ്പോൾ റഷ്യക്ക് ഇപ്പോൾ റഷ്യ അസ്വസ്ഥമായതെന്തോ അത് ഭാവിയിൽ അമേരിക്കയിലും സംഭവിച്ചേക്കുമെന്നൊരു സൂചനയൊക്കെ റഷ്യ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. റഷ്യക്ക് വിലക്കും ഉപരോധവും ഒക്കെ കൽപ്പിച്ച ചില രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമേരിക്കയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റഷ്യയെ സാമ്പത്തികമായി തകർക്കുക എന്ന പദ്ധതി അമേരിക്ക വിജയിപ്പിച്ചെടുത്ത ഒന്നാണ്. എന്നാൽ അതിനെ മറികടക്കാനുള്ള പുതിയ പദ്ധതിയായിരിക്കും ഈ കറൻസി ഇറങ്ങുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡോളറിന് പകരം ബ്രിക്സിൻ്റെ ഒരു കറൻസി വരുന്നതോടുകൂടി ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം റഷ്യ ഉണ്ടാക്കുകയും അതിലൂടെ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരികയും ഒക്കെയാകും റഷ്യ ചെയ്യുക. ഈ പദ്ധതികൾ 2025 റഷ്യ നടപ്പിലാക്കുന്നതോടെ ലോകത്തിന് പുതിയ മേധാവിയെ ലഭിക്കുമെന്ന സങ്കല്പത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉള്ളത്. ബഹുധ്രുവ ലോകക്രമം വിജയിപ്പിക്കൽ റഷ്യക്ക് അനിവാര്യമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ നിയന്ത്രിത ഏകധ്രുവ ലോക സങ്കല്പമായിരുന്നു നിലവിലുണ്ടായിരുന്നതെങ്കിൽ അത് തകരാൻ പോവുകയാണ്. ചൈനയും റഷ്യയും ഇന്ത്യയും നേതൃത്വം നൽകുന്ന ബ്രിക്സ് മേഖലയിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരുന്നു. ഇത് 2025 കൂടുതൽ സങ്കീർണമാക്കുകയും സംഘർഷഭരിതമൊക്കെ ആക്കി മാറ്റുകയും എന്ന കണക്കുകൂട്ടലുകളുമൊക്കെ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുടിൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ തന്നെ ഇത് പ്രകടമാക്കുന്നുണ്ട്. കഴിഞ്ഞ വാർഷിക പ്രസ് മീറ്റിൽ പുടിനോട് സെലൻസ്കിയെ അഭയാർത്ഥിയായി റഷ്യയിൽ സ്വീകരിക്കുമോ എന്നൊരു ചോദ്യം തമാശ രൂപേണ ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മറുപടിയുണ്ട്. പുടിൻ അന്ന് പറഞ്ഞത് എങ്ങനെയാണ്, സെലൻസ്കിയെ സഹായിക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളിൽ തന്നെ സെലൻസ്കിക്ക് രാഷ്ട്രീയ അഭയം ലഭിച്ചേക്കുമെന്നാണ്. അതിനർത്ഥം സെലൻസ്കി പുറത്താക്കപ്പെടും എന്ന് ഒരു വ്യത്യാസവുമില്ലാതെ, ഭാവവ്യത്യാസവുമില്ലാതെ പുടിൻ പറഞ്ഞു എന്നതാണ്. അങ്ങനെ പുടിൻ പറയണമെങ്കിൽ റഷ്യക്ക് കൃത്യമായ ധാരണയുണ്ട് അദ്ദേഹത്തെ ഏത് സമയം പുറത്താക്കണമെന്നും ഏത് സമയം ആക്രമണത്തിൻ്റെ വ്യാപ്തി ഉണ്ടാക്കണമെന്നുമൊക്കെ. ഇതിൽ മോസ്കോ വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന സുപ്രീം യൂറേഷ്യൻ ഇക്കണോമിക്സ് കൗൺസിലിൻ്റെ യോഗത്തിന് ശേഷം വ്യാഴാഴ്ച പത്രപ്രവർത്തകരോടായിട്ടാണ് പുടിൻ ഇവയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. 2025 റഷ്യൻ വിജയത്തോടെ ഉക്രൈൻ സംഘർഷം അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം റഷ്യക്കൊപ്പമുണ്ട് എന്നാണ്. നാറ്റോയിൽ ഉക്രൈൻ്റെ അംഗത്വം വൈകുന്നതിന് പകരമായി നിലവിലെ സാഹചര്യത്തിൽ സംഘർഷം മരവിപ്പിക്കാൻ അമേരിക്ക നിർദ്ദേശിക്കുന്നു എന്ന റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും പുടിനും റഷ്യയും 2025 വളരെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിവസം പോലും വളരെ വലിയ ആക്രമണം തന്നെയാണ് ഉക്രൈന് റഷ്യ നൽകിയിട്ടുള്ളത്. അതിനൊക്കെ ഉക്രൈൻ വ്യക്തമാക്കുന്നത് നിങ്ങൾ സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ റഷ്യക്ക് വഴങ്ങുകയല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. റഷ്യക്ക് ഉക്രൈൻ വഴങ്ങുകയോ കീഴടങ്ങുകയോ ചെയ്യുന്ന പക്ഷം റഷ്യ പുതിയൊരു ലോകക്രമത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇടപെടലുകളിലേക്ക് റഷ്യ കടക്കുകയും ചെയ്യും എന്ന കാര്യം തന്നെയാണ് പുടിൻ്റെ ഓരോ നീക്കങ്ങളിൽ നിന്നും, റഷ്യയുടെ ഓരോ നീക്കങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.